ബാക്ക് ടു നില ഡയറീസ്. ഇറ്റ്സ് മീ സമ. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എന്താ വെച്ചാൽ ഹൂ നോസ് മീ ബെറ്റർ ആണ്. ഞാൻ എന്റെ സിസ്റ്റേഴ്സിനാണ് വെക്കുന്നത് ആദ്യത്തേക്ക്. അപ്പൊ ഓരിക്കുന്ന ഭയങ്കര പണിയായിരിക്കും. അത് മാത്രമല്ല ഞാൻ അവരായിട്ട് 8 ഇയേഴ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അവർക്ക് എന്നെ എത്രത്തോളം അറിയാന്ന് നമുക്ക് ഇന്നത്തെ ചാലഞ്ചിൽ കാണാൻ പറ്റും. അവരിപ്പോ 4 ഇയേഴ്സായി ഹോസ്റ്റലിൽ. അപ്പൊ അവർക്ക് എന്റെ പുതിയ പുതിയ ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റൂല. അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം അവരെത്രത്തോളം എന്റേത് ശരിയാക്കുന്നു. അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ ഇവർക്ക് ഇന്ന് ഭയങ്കര ടഫായിട്ടുള്ള ഗെയിമാണ്. ഹൂ നോസ് മീ ബെറ്റർ ആണ്. അപ്പൊ ഇന്നറിയാം ആർക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. നമുക്ക് നോക്കാലോ. അപ്പൊ ഇതിന്റെ റൂൾസ് എന്താ വെച്ചാല് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയുമ്പോ കൈവന്തിക്കല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിന്റെ ആൻസർ എഴുതുക. എന്നിട്ട് ഞാൻ കുറച്ചൊരു ടൈം തരും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതി എനിക്ക് കാണിച്ചു തന്നിട്ട് ആരതാ ശരി ഓർക്ക് 1 പോയിന്റ് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ റൂള്. കാര്യമായിട്ട് വേറൊരു റൂൾസ് ഒന്നും ഇല്ല. ആരാ ജയിക്കാന്നാ നമുക്ക് നോക്കണ്ടേ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിക്കാൻ പോവാണ്. ആദ്യമൊക്കെ ഞാൻ കുറച്ച് സിമ്പിൾ വരും, പിന്നെ ഭയങ്കര ടഫ് ആയിരിക്കും. ഞാന് മൈ ഫസ്റ്റ് സ്കൂളിൽ ഞാൻ ആദ്യ പഠിച്ച സ്കൂളിന്റെ പേര് അങ്ങോട്ട് ഞാൻ ചോദിക്കല്ല. ടൈമുണ്ടേ. എഴുതിയോ രണ്ടാളും പേര്? ഐഡിയൽ സ്കൂൾ ഓഫ് നോബിൾ ഇന്റർനാഷണൽ സ്കൂള്. ഞാൻ ഫസ്റ്റ് ഖത്തറിലല്ലേ പഠിച്ചേ. ഒരു മാർക്ക് ആത്താക്കാണ് ഇപ്പൊ കൊണ്ട്. അതറിയില്ല, എനിക്ക് വിഷമാണ്. ഫസ്റ്റ് താത്ത റെഡിയാക്കി. അതൊക്കെ ബഹ്റയിൽ പഠിച്ചെന്ന് ഞാൻ ആദ്യം തോന്നി. ചെറിയൊരു തെറ്റില്ലേ, അതൊന്നും സാരില്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യന്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട് അറിയാൻ പറ്റും. എഴുതിയോ? അതാ ഗ്രീൻ ആപ്പിൾ. ശരിയാണ്, സന്തോഷായി. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതേവരെ ശരിയാക്കി. എന്റെ ജങ്ക് ഫുഡില് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ജങ്ക് ഫുഡിലാണ് ആത്താന്റെ എന്താ ഇത്? ഫ്രഞ്ച് ഫ്രൈസ്. പിസ്സ എന്റെ ഫേവറേറ്റ്. ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ വാങ്ങൽ. പക്ഷെ പിസ്സ ഇവിടെ അടുത്തില്ലല്ലോ. സാരില്ല. അപ്പോ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഫോർത്ത്. ഇത് എനിക്ക് ഫേവറേറ്റ് കളറാണ്. 2 എണ്ണം ഉണ്ട്. അതിൽ ഏത് എഴുതിയാലും എനിക്ക് പ്രശ്നമില്ല. അത് മാത്രല്ല ഈ കളറിന്റെ അടുത്ത് വന്നാല് ഞാൻ മാർക്ക് തരും. വൈറ്റ് ഒന്ന് എഴുതാൻ പറ്റുള്ളൂ. വൈറ്റ്. ആത്ത തെറ്റിച്ച്. അതൊക്കെ ശരി. എനിക്ക് ബേജും ബ്ലാക്ക് ആണ് ഇഷ്ടം. എനിക്ക് വൈറ്റ് ഇഷ്ടല്ല. അപ്പൊ അതില് അതൊക്കെ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഞാനും ഉമ്മയും ഉമ്രക്ക് പോയപ്പോ എന്റെ വയസ്സ് എത്രേനു? പോയപ്പോ പറ. 2. 1 വയസ്സ്. അവിടുന്ന് 2 അല്ലേ? 2 വയസ്സല്ലേ പോകുമ്പോ? അല്ലല്ല, വരുമ്പോ 3 അല്ല 2 വയസ്സ്. അപ്പൊ ആത്താത്തൊക്കെ തന്നെയാ മാർക്ക്. മെയിന്. അപ്പൊ അവിടുന്ന് 2 ആയത് എനിക്ക് ഓർമ്മ. അല്ലല്ല, ആത്താത്തൊക്കെ മാർക്ക്. എനിക്കിപ്പോ ഓർമ്മ. ബർത്ത്ഡേ അവിടുന്ന് കഴിഞ്ഞിട്ട് 3 ആയത്. 3 അല്ല 2. ഓക്കെ, അവിടുന്ന് 1 വയസ്സ് നോക്ക്. ഏത് മാസാ പോയേ? അല്ല, ഏത് മാസാ പോയേ? അത് 1 അല്ല എന്തായാലും. കുറച്ച് ബുദ്ധി വെച്ചീനു. അടുത്ത 6th ക്വസ്റ്റ്യന്. എന്റെ ഫേവറേറ്റ് ഫുഡ്. എന്ത്? ഹെൽത്തി ഫുഡോ? ഹെൽത്തി എന്നല്ല, ഞാൻ ജങ്ക് പറഞ്ഞു. നമുക്ക് സാധായിട്ട് കഴിക്കാൻ ബിരിയാണി ഉണ്ടാവും. ചിലപ്പോ ഉമ്മാന്റെ ആയിരിക്കും, ചിലപ്പോ ബിരിയാണി ആയിരിക്കും. അങ്ങനെ ഇത് നീ അത് ഇഷ്ടാണ്. ഞാൻ സാധാ മീലാണ് ഉദ്ദേശിച്ചത്. ലഞ്ചിനാ ഉദ്ദേശിച്ചത്. ലഞ്ചിന് ഏരിക്കോ മാറ്റിയായിരിക്കോ? ലഞ്ചിന് ലൈക്ക് ഞാൻ ഏതാ ബിരിയാണിയാണ് കൂടുതൽ. ഏതാ?
സ്പെസിഫൈ ആയി എഴുതണമെന്നൊന്നുമില്ല. ഉമ്മാന്റെ ഫ്രൈഡ് റൈസ്, സാദാ ചോറും തൈരും. രണ്ടും എനിക്ക് ഇഷ്ടാണ്. എനിക്ക് ഉമ്മാന്റെ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടം, സാദാ ചോറ് ഇഷ്ടാ. പക്ഷെ സാദാ ഫുഡ് അതിനും അത് സത്യാണ്. അത് അത്തന്നെ അവ രണ്ടാക്കും മാർക്ക് കൊടുക്കാം. സാദാ ഫുഡ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഉമ്മാന്റെ ഫുഡ്. പക്ഷെ ഉമ്മാന്റെ ഫുഡ് പെട്ടത് തന്നെയാണ് ഇത്. അതുകൊണ്ട് രണ്ടാക്കും മാർക്ക് കൊടുക്കാം. ഞാൻ ഇതേ അങ്ങനെ ചോദിച്ചവർക്ക് അറിയാലോ. മോംസ് ഫുഡ്. ഞാൻ മോംസ് ഫുഡ് എഴുതി. എനിക്ക് ഉമ്മാന്റെ സാദാ ചോറും ഫ്രൈഡ് റൈസും ബിരിയാണി അതൊന്നും വലിയ ഇഷ്ടമല്ല. ഇത് രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉമ്മാന്റെ ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം ഇതാണ്. അടുത്തത് 7th, മൈ ഡ്രീം ജോബ്. ഡ്രീം ജോബ് അറിയാത്ത ആളുണ്ടാവും. ഡോക്ടർ, എയർ ഹോസ്റ്റസ്. എന്റെ ഡ്രീം ജോബ് ഡോക്ടർ. എന്റെ റൂമില് വരെ ഞാൻ എഴുതി വെച്ചിട്ടില്ലെങ്കിലോ ഡോക്ടർ മൈ ഡ്രീം. അതായത് അധികം എന്റെ റൂമിൽ വരുത്തുണ്ട്. ഓക്കെ, എന്റെ ഡ്രീം പ്ലേസ് ഏതല്ലേ ഉദ്ദേശിച്ചാൽ? ഡ്രീം പ്ലേസ് പറഞ്ഞ സ്ഥലത്തിന്റെ പേരല്ല, എങ്ങനത്തെ സ്ഥലം. ലൈക്ക് ഹോട്ട്, കോൾഡ്, റെയിനി, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള. ഇതെയോ? ഈ സ്നോ ഒക്കെ ഉള്ള പ്ലേസ്, വിന്റർ പ്ലേസ്, സ്പ്രിങ് പൂവൊക്കെ ഉണ്ടാവുന്ന. സ്നോ അല്ല. എന്റെ ഇപ്പൊ ആദ്യത്തെ എല്ലാത്ത ശരിയാക്കിയ ഇപ്പൊ അങ്ങനെ പറഞ്ഞാ മതി. അപ്പൊ നെക്സ്റ്റ് 9th ചോദ്യം. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ. ഇപ്പൊ എനിക്ക് കറണ്ട് ആയിട്ടുള്ളതല്ല. എനിക്ക് ആദ്യം ഞാൻ കണ്ടപ്പോ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടതാ ഒരു പ്രിൻസസിന്റെ കഥ. അത് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ കണ്ടതിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫിലിമിന്റെ പേര് ഏതന്നെ? സീരീസ് അല്ല ഉദ്ദേശിച്ച, ഫിലിമാണ്. അത് എപ്പിസോഡ്സ് അല്ലേ ഉദ്ദേശിച്ച? ഫിലിം. അത് ഞാൻ എപ്പിസോഡിൽ ഫ്രോസൺ എൽസ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് എന്റെ അടുത്തതാ ഫേവറേറ്റ് ഇംഗ്ലീഷ് ഫിലിം. ഞാൻ വെറുതെ ഇന്നലെ പറ്റിച്ചു. ഇതിനാ പറയുന്നത് എഴുതി കൊടുത്ത. പക്ഷെ അതല്ല. പക്ഷെ അതാണ്. എനിക്കറിയില്ല അതാണല്ലോ ഇംഗ്ലീഷ് ഫിലിം. ലൈക്ക് ഞാൻ അധികം കാണലില്ല. എനിക്ക് ഇങ്ങനത്തെ അധികം താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാ. ഞാൻ കണ്ടിക്ക് ഉമ്മാന്റെ കൂടെ കണ്ടത് ഇതിനൊരേശം. ജുറാസിക് വേൾഡ്, ടൈറ്റാനിക് അല്ലേ, അവതാർ. ഒന്നാറാ അവതാർ. എനിക്ക് അവതാർ ഇഷ്ടായ. പറ്റിച്ചതാ. അതാ ഇഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞു. അതാ പറ്റിക്ക് തന്നെ. ഇന്നലെ പറഞ്ഞിക്കാത്തോടി ടൈറ്റാനിക്കാന്ന് ഞാൻ പറഞ്ഞ. ഇത് ഇങ്ങക്ക് കിട്ടും. എനിക്ക് തീരും തോന്നുന്നു. 11th ക്വസ്റ്റ്യൻ ആണ്. എന്റെ കറന്റ് ക്ലാസ് ടീച്ചറിന്റെ നെയിം. ഞാൻ ഒരു കുഞ്ഞു ക്ലൂ എടുക്കട്ടെ. അതെ, മുസ്ലിം ടീച്ചറാന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ടീച്ചറിന്റെ പേരൊന്നും പോയി ഏതല്ലേ? അതൊക്കെ പറയുന്ന ഉമ്മാനോട് പറയുന്ന ശ്രദ്ധിച്ചു. ഇവർക്ക് അറിയാൻ തീരും ചാൻസ് ഇല്ല. അറിയില്ല? ഹെബ മിസ്. ഹെബ മിസ് ആണ് എന്റെ ക്ലാസ് ടീച്ചർ. അടുത്തത് എന്റെ ഫേവറേറ്റ് വായിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക്. ഞാൻ ഇനിയും പറയില്ല എനിക്ക് ഇനിയ ബുക്ക് വേണോ, എനിക്ക് ഇനിയ ബുക്ക് വേണോ, എനിക്ക് ഇനിയ ബുക്ക് വേണം. ബുക്കിന്റെ കാര്യത്തിൽ ഞാൻ പറ. ഡോഗ് ഡയറീസ്. അല്ലല്ല, അത് പറയതാ. അത് ആത്താന്റെ കൂടെ കൂടുതൽ ബുക്കിന്റെ ഇത്. പെണ്ണിന്റെ ലൈഫ് അതന്നെ, ഒരു ഗേളികളാണത്. മാർക്ക് എടുക്കണ്ടല്ലേ. അടുത്തത്
എന്റെ ഇപ്പത്തെ 13th മൈ ക്ലാസ് ഡിവിഷൻ ഈ കറണ്ട് ആയിട്ടുള്ള ഞാനൊരു ക്ലൂ തരാം. A to Iന്റെ ഉള്ളിലാണ് എന്റെ ക്ലാസ് ഡിവിഷൻ ഉള്ളത്. ആ ഓള് കറക്റ്റ് സി എച്ച് എച്ച്. അതെന്നത് തനുവിന്റെ കഥ ഓർമ്മയില്ല. എന്റെ സ്കൂളിലെ കഥ ആത്താത്ത അധികം മലപ്പുറം ഇവിടെ ഉണ്ടാവില്ല. ആത്ത കോഴിക്കോട് ഉണ്ടാവുമല്ലോ. അപ്പൊ ആത്ത എന്റെ എല്ലാ അധികം കഥ. അടുത്ത ചോദ്യാണ് 14th. മൈ ഫേവറേറ്റ് കാർട്ടൂൺ എപ്പിസോഡ് സീരീസ് പോലത്തെ ഇല്ലേ? ഇപ്പൊ പറഞ്ഞ ഞാൻ നേരത്തെ ചോദിച്ച ആ പറ. എങ്ങനെ എപ്പിസോഡ് പോലത്തെ കാർട്ടൂൺ സീരീസ് പോലത്തെ രണ്ടെണ്ണുണ്ട്. ഒന്ന് ഇതിന് എന്തായാലും മാർക്ക് തരും. പറ. സോഫിയ ദ ഫസ്റ്റ്. എലീന. എനിക്ക് സോഫിയ ദ ഫസ്റ്റ് മിസ്റ്റർ ബീൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അറിയില്ല. 20. ഇപ്പൊ നമ്മള് എത്ര ചോദ്യമായി? 14. ഇനി 15th ചോദ്യം. മൈ ഫേവറേറ്റ് പ്രിൻസസ്. എനിക്ക് ആദ്യം ഇഷ്ടമുള്ളതാ, പക്ഷെ ഇപ്പൊ വലിയതൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുമ്പോ ഞാൻ പറയുന്നത് അതാ. ബെല്ല. ഞാൻ മുമ്പേ പറയുന്നല്ലേ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്. ഇതൊക്കെ എനിക്ക് എൽസൊന്നുമല്ല. നിങ്ങൾക്ക് നോക്കിയാ കാണാം. അടുത്തത് 16th മൈ സോഡിയാക് സൈൻ. നിങ്ങളതൊക്കെ എനിക്ക് സോഡിയാക് സൈൻ അറിയാം. നിങ്ങളത് ക്യാൻസറാ. അതൊരു തരം ഒരു സോഡിയ നമ്മളെ മന്ത് അനുസരിച്ചിട്ട് പറയുന്ന ഒരു സൈന. വെറുതെ ഗൂഗിളിൽ കാണുന്ന കുറച്ച് സോഡിയാക് സൈനിന്റെ പേര് വന്നിട്ട് അതിൽ കണ്ടുപിടിക്കുന്ന ഞാൻ പറഞ്ഞുതരാ. ടോറസ്, ജെമിനി, അക്വാരിസ്. ജെമിനായി രണ്ടാളും ശരിയാക്കി. ഇനി അടുത്ത ചോദ്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17th. എന്റെ ഞാൻ മറ്റേ മതിലിന് വീണിട്ട് പല്ല് പൊട്ടിക്കുന്നതിന് മുന്നത്തെ എന്തൊരു ഞാൻ പഠിച്ച ക്ലാസ് അല്ലെങ്കിൽ ആ ഇയർ പറഞ്ഞാ മതി. പല്ല് പൊട്ടിയ ടൈമുള്ള നൈറ്റില. ഇവരെണ്ണിയതായിരിക്കോ? ഇപ്പൊ ശരിയാക്കുമ്പോ ഒരു സമാധാനം. അടുത്തത് എനിക്കിഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഡ്രസ്. നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും. എനിക്കിഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഡ്രസ് അതൊരു ടൈപ്പ് പോലെ എഴുതിയാൽ മതി. ലൈക്ക് സോഫ്റ്റ് ആൻഡ് കംഫർട്ട്. ട്രാക്ക് പാന്റ്, ടീഷർട്ട് ഒക്കെ. ടീഷർട്ട്സ് എനിക്ക് ട്രാക്ക് പാന്റ് ബാഗി പോലത്തെ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള. ശരിയല്ലേ? അത് ശരിയായി വരൂല. എനിക്ക് ട്രാക്സ് അല്ല, എനിക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ളത്. എനിക്കിഷ്ടല്ല. എനിക്ക് ജീൻസ് ഇടൂല. കുത്തുന്നത് ചെലപ്പോ അത് അന്നേരം ഇടുന്നല്ലേ. കല്യാണത്തിനെല്ലാം പോകുമ്പോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഉള്ളില് ഫുൾ ഇന്നർ ഇട്ടിട്ടാ ഞാൻ കുത്തുന്നിടുന്നത്. അല്ലെങ്കിൽ എന്റെ മുഖം ഇങ്ങനെ ഉണ്ട്. എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടല്ല കുട്ടി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതിലില്ലല്ലോ. അടുത്തത് 19th ചോദ്യം. മൈ ഫേവറേറ്റ് വെജിറ്റബിൾ. ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. ഏതേ ഒന്ന് എഴുതിയാ മതി. കുക്കുംബർ. കുക്കുംബർ എല്ലാത്തന്നെ എനിക്ക് ഏതായിക്കോ? കുക്കുംബർ അല്ലെങ്കിൽ ക്യാബേജ്. ഓക്കെ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിൾ ആണ് എനിക്ക് തോന്നുന്നത്. ഞാന് കറന്റ്ലി എത്ര സ്കൂൾ പഠിച്ചത്?
ആ പറ 4 3 അത്തോത്തിന് ഏതെല്ലാം സ്കൂൾ പഠിച്ചെന്ന് പറ. നോബിള്, ആ ഏഷ്യന്, ആ വിദ്യാനികേതന്, ആ ബോയ്സ്. അത് ഇത് തെറ്റാ. ശരി, ഇപ്പൊ നമുക്ക് കറന്റ്ലി മാർക്ക് സ്കൂള് പഠിക്കാനുള്ള എന്താ വെച്ചാല് ആദ്യം ഞാന് ഖത്തറിലായിരുന്നു. ഇപ്പൊ അന്നേരം ഖത്തറിൽ പഠിച്ച്, പിന്നെ ബഹ്റൈനിലേനും, അങ്ങനെ ബഹ്റൈനിൽ പഠിച്ച്, പിന്നെ ഉമ്മാന്റെ വീട് പയ്യോളിലും, പിന്നെ അവിടെ പഠിച്ച്, പിന്നെ ഇവിടെ എന്റെ വീട് കയ്യിലാണ്ട് ഇപ്പൊ ഇവിടെ ബോയ്സിൽ പഠിച്ച്, അങ്ങനെ അങ്ങനെ മാറിയതാണ്. അങ്ങനെ ഞാൻ 4 സ്കൂളാണ് പഠിച്ചത്. ഇപ്പൊ നമുക്ക് ടോട്ടൽ മാർക്ക് അറിയാം. ഇപ്പൊ ടോട്ടൽ മാർക്ക് എന്താ വെച്ചാൽ ആത്താത്തക്ക് ഞാനിപ്പോ എത്ര ചോദ്യം ചോദിച്ച 20, ആത്താത്തക്ക് 12 മാർക്ക്. ആത്താക്ക് എത്ര അറിയോ? ഗസ് ചെയ്യാൻ പറ്റോ? 12 മാർക്ക്. രണ്ടാക്കും ഒരേ മാർക്കാ. പക്ഷെ ഒരേ ചോദ്യത്തിനല്ല ഇത് റെഡി ആക്കിയ. പക്ഷെ 12 മാർക്ക് എന്താ വെച്ചാല് ഇവര് ഒരു 3/4 ഓൾക്ക് തന്നെ അറിയാം. ചെറുതായിട്ട് തെറ്റ് പറ്റിയതാ. ഉമ്മാന്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഫുൾ കൊണ്ട് ഇവര് പെട്ടിക്കണ്ട. എന്താ വെച്ചാല് ഉമ്മാക്ക് എന്റെ അറിയാത്ത കാര്യമില്ല, ഞാൻ എല്ലാം തുറന്ന് പറയലുണ്ട് ഉമ്മാനോട്. ഇനി എന്താ വെച്ചാല് ഇനി ഉപ്പ വന്നാല് ഒന്ന് ഉപ്പാനെ പറഞ്ഞ് ഉപ്പാനും ഉമ്മാനെ വെക്കണം അല്ലേ? അങ്ങനത്തെ ഒക്കെ നമുക്ക് നിങ്ങൾ കമന്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ചാലഞ്ച് ഒക്കെയാണ്. നിങ്ങൾക്ക് ഇവരാരെങ്കിലും ഹുനോസ്മി ബെറ്റർ വേണേ കമന്റ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ല പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കാണില്ല. അപ്പൊ അടുത്ത വീഡിയോ കാണത്തേക്ക് എല്ലാവർക്കും ബൈ.